അങ്ങനെ വേണമെങ്കിൽ ഞാൻ അഭിനയിച്ച് കാണിച്ചാൽ നല്ല അന്തസ്സായിട്ട് അഭിനയിക്കാം. പിന്നെ പറയരുത് അത് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം നീ പറഞ്ഞു വരുന്നത് മനസ്സിലായി, പ്രണയമില്ല എന്നുള്ളത്. പ്രണയം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രണയം ഉണ്ടോ പ്രണയം ഇല്ല എന്നുള്ളത് എനിക്ക് പറയാൻ താല്പര്യമില്ല. എനിക്ക് ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് എന്റെ ക്ലാരിറ്റി. എനിക്ക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനേ സംസാരിക്കണ്ട. ജാസ്മിന് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇനി എന്നെ ഇവിടെ തളർത്തണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ആളെ കൊണ്ടേ പറ്റുള്ളൂ എന്ന്. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഈ നിമിഷം ഇത്രയും ദിവസം ട്രിഗർ ആവാത്ത ഞാൻ ഇപ്പൊ ട്രിഗർ ആയിട്ട് മെന്റലി ഡൗൺ ആവണമെങ്കിൽ അതെന്താന്നുള്ളതൊന്നും ആലോചിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. നീ മെന്റലി ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അവളൊരു ക്ലാരിറ്റിക്ക് വേണ്ടി നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു, നീ നിന്റെ കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ എന്ത് ക്ലാരിറ്റി കൊടുക്കാനാ? എന്താ ഞാൻ ക്ലാരിറ്റി കൊടുക്കണം? എന്തിനെ കുറിച്ചാണ് ഞാൻ ക്ലാരിറ്റി കൊടുക്കണ്ടേ? പറ. അതായത് ഇവൾക്ക് നിന്നോട് പ്രണയമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവളുടെ അടുത്ത് എന്റെ ക്ലാരിറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാ. അല്ല നിനക്ക് അങ്ങനെ അല്ലാന്നാണോ പറഞ്ഞത്? അല്ല, എനിക്കൊന്നുമില്ല. ഞാൻ എന്റെ ക്ലാരിറ്റി വ്യക്തമായിട്ട് ഇവിടെ എല്ലാവരുടെ മുമ്പിലും ഇവളുടെ അടുത്തും എല്ലാവരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവളുടെ അടുത്ത് ഞാൻ കൃത്യമായിട്ട് എന്റെ കാര്യം പറഞ്ഞിട്ടുള്ള. കൺഫ്യൂസ്ഡ്, ഐ മീൻ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് നീ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതെ, മനസ്സിലായി. ഇവള് ചോദിച്ചു മേടിക്കണ വള്ളിയാന്നേ ഞാൻ പറയുള്ളൂ. സായി വന്നപ്പോഴും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, നീ ചോദിച്ചു മേടിക്കുന്നതാണ്. ഇതെന്റെ ചോദിച്ചു മേടിക്കുന്ന വള്ളിയല്ല റസ്മിനെ. ഇത് എല്ലാവർക്കും മിക്കുള്ളൊരു ഗെയിമാണ്, എനിക്കും ഗെയിമാണ്. പക്ഷെ ഈ ഗെയിമിനകത്ത് എനിക്കൊരു കൊച്ചു ഹൃദയമുണ്ട്. ഞാൻ അതിനകത്ത് വലിച്ചു കയറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ്. വളരെ 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 കുറവ്. പണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കയറ്റിയിരുന്നു. ഇപ്പം ഞാൻ കയറ്റുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ്. അതിൽ ഞാൻ എൻ്റെ എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടെ. എനിക്ക് ഇവന്റെ സ്ഥാനം എത്രാന്ന് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥാനം എത്രാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത്രയും ഇവനെ വലിച്ചെടുത്തു. ഇപ്പം പറഞ്ഞല്ലോ, ഇവനെ തളർത്തുന്ന ഞാനാണ്, എടുക്കുന്ന ഞാനാണ്. അങ്ങനെ എല്ലാവും പറഞ്ഞത് ജാസ, അങ്ങനെ എല്ലാവും പറഞ്ഞത്. എടോ ഇപ്പൊ അവൾ അതേ കേക്കും. ഇതാണ് പ്രശ്നം. അവൻ അങ്ങനെ അല്ല പറഞ്ഞ. അവൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തളർത്താൻ പറ്റുന്ന ആൾക്കാർ. അവൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഈ കോൺവെർസേഷൻ അവനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് അവൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവൻ ഈ കോൺവെർസേഷനോട് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇവനോട് ചോദിക്കണെന്ന് അറിയോ? ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇവനെ വിടുത്തിയെന്ന് അറിയാമോ? ഇവന്റെ ഞാനത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞാൻ ഇവന്റെ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇവൻ ലൈക്ക് എന്നെ അങ്ങനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്തങ്ങ് വിടുക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവൻ അതെന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു ദേഷ്യത്തിൽ വന്ന് പിന്നെ ചിരിച്ച് കളിച്ച് അതങ്ങ് പോവും. ഇല്ലെങ്കിൽ ഇത് പറയത്തേ ഇല്ല. ഇപ്പൊ ഇതിങ്ങനെ സ്കിപ്പായി പോകുമ്പം എനിക്കും ഒരു കൺക്ലൂഷൻ ഇല്ല. ഇതിന് ഞാൻ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കുള്ള ഉത്തരം. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും എന്നോട് ചോദിക്കും. ഞാനിവിടെ സീരിയസ്ലി എനിക്ക് ലിറ്ററലി എനിക്കറിയാം എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ എന്താണോ ഇവിടെ ചോദിക്കാനിരുന്നത് അതിനുള്ള ഉത്തരം ജാസ്മിന് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് ശരിയല്ല. എനിക്ക് വേറെ, കാരണം എനിക്ക് പുറത്തുള്ളവരെ കഴിയും എനിക്ക് ബോധിപ്പിക്കേണ്ട ആള് എനിക്ക് എന്നെയാണ്. പുറത്ത് എനിക്ക് പറയാനാണ്. മീൻസ് എന്താണ്, പുറത്ത് പിന്നെയും ചിന്തിക്കുന്ന എന്തോടെ. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാണ്, ഞാൻ ഇമേജ് കോൺഷ്യസോ എനിക്ക് അങ്ങനൊന്നും ഇല്ല. എനിക്ക് പക്ഷെ എന്റെ വീട്ടുകാർ ഇപ്പം പറഞ്ഞു ഇവനെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ തളരുന്നത് എന്റെ വീട്ടുകാരെ പറയുമ്പോഴോ ഇപ്പൊ ഇവനെ പറയുമ്പോ അങ്ങനെ എനിക്കൊരു കുറച്ച് ചുരുക്കം, ഒരു വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അവരെ അതുപോലെ തന്നെ എനിക്ക് എന്നെ എഫക്ട് ചെയ്യുന്ന, ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചോദ്യം, അതിന് പുറത്തിപ്പം ഇതില് എവിടാണ് ഇവക്ക് ഉത്തരം കിട്ടിയെന്ന് ആൾക്കാർ ചിന്തിക്കും. പക്ഷെ എനിക്ക് ഉത്തരം കിട്ടി കഴിഞ്ഞു. അതേ ഉണ്ടായിരുന്നുള്ള അറിയാൻ അത് കഴിഞ്ഞു. പിന്നെ ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഗബ്രിയരുത്. എനിക്ക് മനസ്സിലായി നിന്നെ ഇത് എത്രത്തോളം പ്രശ്നത്തിൽ ആഴ്ത്തുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിന്നെ മാറ്റിയിരുത്തി ഇവളോട് മാത്രം പോയി ചോദിക്കുമ്പോൾ അന്ന് ഞാൻ നിന്നോട് അങ്ങനെ ഇരുന്ന് സംസാരിച്ചാണെന്ന് തോന്നുന്നു. പൂജ വന്നിരുന്നു ഇവിടെ പറഞ്ഞു ഞാൻ ഇവനെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പൂജ ഒരു ദിവസം ഇവിടെ ഒന്ന് പറഞ്ഞില്ലേ, നീ എന്താ സംസാരിച്ചേ? എടി എനിക്ക് പറ്റുന്നില്ല, ഇവൻ എൻ്റെ അടുത്ത് അന്ന് ലാലേട്ട് വന്ന എപ്പിസോഡിൽ അതാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് അതിന് തീരെ താല്പര്യമില്ല. അതെന്താ ഞാൻ പറഞ്ഞത്, എടി ഇവൻ എന്താണ് എന്റെ വിഷമത്തിൽ അതേ ഉള്ളൂ പറയാം. അതല്ലാതെ ഞാൻ ഇവനെ പറ്റി ആരുടെ അടുത്ത് പറഞ്ഞു, നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മീൻസ് എന്തോന്നായിട്ട് എനിക്ക് വിഷമം വരുന്നു എന്നുള്ളത്. അപ്പൊ അതല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ എനിക്കപ്പം എന്താ ലൈക്ക് ഇവനെ ഇരുത്തിക്കൊണ്ട് എനിക്കത് പറയണം. അപ്പൊ മാറിയിരുന്ന് എനിക്ക് പറയണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി നിന്നെ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട്, എന്താക്കുന്നുണ്ട്, എങ്ങനെ ആക്കുന്നുണ്ട്. ഇനി നിന്നോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കുകയില്ല. ഇത് എന്റെ വാക്കാണ്. ഇത്രയും നാള് ജാസ്മിൻ പറഞ്ഞതുപോലല്ല, ജാസ്മിൻ മാറി നടക്കുന്നു എടുക്കൂന്നോ ഒന്നും പറഞ്ഞ പോലല്ല. ഇതെന്റെ ലാസ്റ്റ് വാക്കാണ്. ഇനി ഞാൻ ഇതിനെപ്പറ്റി
കാമ കിമ ഒരക്ഷരം മിണ്ടില്ല. ഉണ്ടില്ല. കഴിഞ്ഞു. എനിക്ക് എന്റെ ഫുൾ ക്ലാരിറ്റി എനിക്ക് എന്റെ മനസ്സിനോടത്തോളം നീ കിട്ടിക്കഴിഞ്ഞു.